ഹലോ നമസ്കാരം. അപ്പോൾ സ്മാർട്ട് ടോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡുമായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഞാൻ ജുവൽ ടോമി ചേട്ടനുണ്ട്. പിന്നെ നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ നിജ ബെന്നിയാണ്. കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ്, അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ കോച്ചാണ്, അതുപോലെ സർട്ടിഫൈഡ് ലൈഫ് കോച്ചാണ്. അങ്ങനെ നിരവധി കാര്യങ്ങളാണ് മാമിനുള്ളത്. അപ്പോൾ നമ്മൾ വെൽക്കം ചെയ്യുന്നു സ്മാർട്ട് ടോക്കിലേക്ക്. താങ്ക് യു ജുവൽ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഇപ്പൊ കുറച്ചു കാലമായിട്ടാണ് ഈ ലൈഫ് കോച്ച് എന്ന് പറയുന്ന ഒരു സംഭവം കേട്ട് വരുന്നത് അല്ലേ? ലൈഫ് കോച്ച് അല്ലേ? കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അത് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ലൈഫ് കോച്ച് എന്താ സംഭവം? ശരിക്കും പറഞ്ഞാലേ നമുക്ക് ഇപ്പം ഒരു സ്പോർട്സിലുള്ള ഒരു അത്ലറ്റിന് ചിലപ്പോൾ എത്രയൊക്കെ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അവർ ശരിക്കും അവരുടെ ഒരു പൊട്ടൻഷ്യലിലേക്ക് എത്തണമെങ്കിൽ അവർക്കൊരു കോച്ച് വേണമായിരിക്കും. അപ്പോൾ ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ നല്ലൊരു ക്രിക്കറ്റ് പ്ലെയറാണ്, പക്ഷെ അദ്ദേഹത്തിന് ഒരു കോച്ചുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫിറ്റ്നസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്, അപ്പോൾ ജിമ്മിൽ പോകുന്നു, നമുക്ക് അവിടെ ഒരു ട്രെയിനർ ഉണ്ടെങ്കിൽ വരുന്നൊരു വ്യത്യാസം ഉണ്ടല്ലോ. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കാനായിട്ട് നമ്മുടെ ഒരു ഇന്നർ പൊട്ടൻഷ്യലും അതുപോലെ തന്നെ പോലും അറിയാത്ത നമ്മുടെ ഉള്ളിലുള്ള ചില ലൂപ്പ് ഹോൾസിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഈ കോച്ചസിന് സാധിക്കും. സോ കോച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു റിയൽ പൊട്ടൻഷ്യലിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ശരിക്കും. അതിന് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ ആ ടെക്നിക്സ് ഒക്കെ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ആളുകളെ അവരെ ഒന്ന് മനസ്സിലാക്കി അവരുടെ എത്തേണ്ട ഒരു ഗോളിൽ വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് അവരുടെ മനസ്സിനെ എങ്ങനെ നമുക്ക് ആക്കിയെടുക്കാം. ഇതാണ് നമ്മൾ കോച്ചിങ്ങിലൂടെ ഹെൽപ്പ് ചെയ്യുന്നത് ആളുകളെ. സർട്ടിഫൈഡ് കോച്ചാണ്. കാരണം ഇപ്പോൾ ഒത്തിരി കോച്ചുണ്ട്. നമുക്കിപ്പോൾ യൂട്യൂബ് ചാനൽസും എല്ലാം നോക്കുവാണ്, സോഷ്യൽ മീഡിയാസ് നോക്കുവാണെങ്കിൽ ഇഷ്ടം പോലെ. പക്ഷെ എനിക്കൊന്ന് സർട്ടിഫൈഡ് കോച്ചിന് കുറച്ചും കൂടെ പഠിച്ച് അതിൻ്റെ പരമായിട്ടൊന്നും അങ്ങനത്തെ റൂൾസ് ഒന്നും വന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും ഈ പറഞ്ഞ പോലെ കുറച്ചൊക്കെ നമുക്ക് ഗോൾ ഓറിയന്റഡ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് കോച്ച് ആവാം. പക്ഷെ നമ്മൾ സർട്ടിഫൈഡ് കോച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള കോച്ചിങ് ടെക്നിക്സ് ആയിരിക്കും യൂസ് ചെയ്യുക. അതുപോലെ നമുക്ക് അതിന് എല്ലാത്തിനും ഒരു പ്രോപ്പർ ആയിട്ടുള്ള വേ ഉണ്ട്. അങ്ങനെയായിരിക്കും നമ്മളൊരു ക്ലയൻറ്റിനെ ചെയ്യാം. അപ്പോൾ അവരുടെ ഗോൾസ് എന്താണോ അത് ചിലപ്പോൾ അവർക്ക് തന്നെ ക്ലാരിറ്റി ഉണ്ടാവില്ല. ആ ക്ലാരിറ്റിയിലേക്ക് എത്താനായിട്ട് നമുക്ക് സഹായിക്കാൻ പറ്റും. വൺസ് അവർ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ആ ഗോളിലേക്ക് റീച്ച് ചെയ്യാൻ പാകത്തിന് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് മെൻറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉള്ള പോലെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ട്രെയിനർ, സ്പോർട്സിന്റെ കോച്ചസ് ഒക്കെ പോലെ തന്നെ അവർ മടുക്കുമ്പോഴും അവർ പുഷ് ചെയ്ത് അവർ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും. അത് എത്ര ഏജ് ലിമിറ്റ് ഉണ്ടോ വരുന്ന ആൾക്കാർക്ക്? അങ്ങനെ വല്ലതും ഉണ്ടോ? ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതലും ബിസിനസ്സുകാരാണ് വരുന്നത്. കാരണം ബിസിനസ് എന്ന് പറയുമ്പം എല്ലാവർക്കും ഒരു സ്വപ്നങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്ന ഒരു പ്രതീതിയാണല്ലോ. കൂടുതലും ബിസിനസ്സുകാരാണ് വരുന്നത്. പക്ഷെ ഞാൻ ലീവ് ലൈഫിൽ എൻ്റെ സ്ഥാപനത്തിൽ ഞാൻ ഏജ് ലിമിറ്റ് വെക്കാതെ ഓരോ കാറ്റഗറിയിലുള്ള ആളുകൾക്കും പറ്റുന്ന തരത്തിലുള്ള കോച്ചിങ് പ്രോഗ്രാംസ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതായത് കുട്ടിയായിരിക്കുമ്പോൾ നമുക്കൊരു ലൈഫ് കോച്ച് ഉണ്ടെങ്കിൽ നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജീവിക്കാനായിട്ട് കുറച്ച് സ്കിൽസ് വേണം. അതായത് ഇപ്പം നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾക്ക് ഒരുപാട് സബ്ജക്ട്സ് പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ സബ്ജക്ട്സ് കൊണ്ട് ശരിക്കും റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ എന്താണ് ഗുണം എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. അപ്പോൾ ശരിക്കും ജീവിക്കാനുള്ള സ്കിൽസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം, ഡിസിഷൻസ് എടുക്കാൻ പറ്റണം, നോ പറയേണ്ട അടുത്ത് നോ പറയാൻ പറ്റണം, ഒരു പ്രശ്നം വന്നാൽ പരിഹരിക്കാൻ പറ്റണം, സ്ട്രെസ് വന്നാൽ മാനേജ് ചെയ്യാൻ പറ്റണം, ടൈം മാനേജ്മെന്റ് പഠിക്കണം. ഇതൊക്കെ നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സ്കില്ലാണ്. ജീവിതത്തിൽ വിജയിച്ച അല്ലെങ്കിൽ അവരവർക്ക് എന്തെങ്കിലുമൊക്കെ ആവണേ. പക്ഷേ ഈ സ്കിൽസ് ഒന്നും നമ്മൾ കുട്ടികളെ എവിടെയും പഠിപ്പിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതത്തിലേക്ക് വരുമ്പോൾ സ്റ്റക്കായി പോവാണ്. അപ്പോൾ എത്രയൊക്കെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു റിയൽ ലൈഫ് ഇഷ്യൂ വരുമ്പം നമുക്കറിയാം ഇഷ്ടംപോലെ സൂയിസൈഡ് കേസസ്. ഇപ്പോൾ IIT നമുക്ക് അഡ്മിഷൻ കിട്ടി, അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇത്രയും മിടുക്കറായിട്ട് അക്കാഡമിക്സിൽ ഉള്ള കുട്ടികൾക്ക് അവർ എത്രയോ പേര് സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇൻ്റലിജൻസ് ഇല്ലാത്തതല്ലല്ലോ. അപ്പോൾ ജീവിക്കാനുള്ള സ്കിൽസ് അവർക്കില്ല. അപ്പോൾ അത് സ്കിൽസ് പഠിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഷൈനിങ് സ്റ്റാർസ് എന്നുള്ളൊരു പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളെ ലൈഫ് സ്കിൽസാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ റിയൽ ലൈഫുകൾ എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ച് അവരത് മനസ്സിലാക്കി കൊടുക്കുക. പക്ഷെ ഞാൻ കൂടുതലത് വെക്കേഷൻ ടൈമിലാണ് ചെയ്യുന്നത്. പക്ഷെ കുറച്ചും കൂടെ ആ ഒരു ടൈമിലാണ് എനിക്കതിന് ടൈം കിട്ടാറുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ് കുട്ടികൾക്ക്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ ചെയ്തത് കുട്ടികളെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലും ഒക്കെ കൊണ്ടുപോയിട്ട് ശരിക്കും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം നമ്മൾ പോലീസ് സ്റ്റേഷനൊക്കെ പറയുമ്പോൾ പൊതുവെ ഒരു ഭയമാണ്. അപ്പോൾ അവർ ഇൻട്രാക്ട് ചെയ്യുക എല്ലാവരുമായിട്ട്, എല്ലാ സാറുമാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ അവരുടെ ആ ജോബിലേക്ക് വരാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് അത് ഒന്ന് പോലീസായിട്ട് വരാം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ തൊടുപുഴ സ്റ്റേഷനിലായിരുന്നു. അപ്പം എല്ലാം സെല്ല്, ഇവിടെയാണ് കള്ളന്മാരെ കൊണ്ടുവന്നിടുന്നത്, ഇങ്ങനെയായിരുന്നു അവരുടെ പ്രൊസീജിയർ, ഇതാണ് FIR, ഈച്ച് ആൻഡ് എവറി കാര്യം കുട്ടികൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതുപോലെ പിന്നെ ഞാൻ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുപോവാം. എന്നിട്ട് എങ്ങനെയാണ് മണി മാനേജ്മെന്റ് അത് ഞാൻ കുട്ടികളെ പഠിപ്പിച്ച് റിയൽ ആയിട്ട് സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുപോയി
എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവർക്കൊരു ബഡ്ജറ്റ് കൊടുത്തു. എന്നിട്ട് അത് വെച്ചിട്ട് ആ ബഡ്ജറ്റിനുള്ളിൽ അവർ പർച്ചേസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ശരിക്കും മണി മാനേജ്മെന്റ്, ഇപ്പം നീഡായിട്ടുള്ള സാധനങ്ങൾ എന്താ, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വോണ്ട് ആയിട്ടുള്ള സാധനങ്ങൾ എന്താ, അതിനെ അസസ് ചെയ്യാനായിട്ട്. ഇപ്പം സൂപ്പർ മാർക്കറ്റിൽ പോയാൽ പലപ്പോഴും നമ്മൾ ലിസ്റ്റിലുള്ള സാധനങ്ങളല്ലല്ലോ മേടിക്കുന്നത്, പക്ഷെ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ കുട്ടികൾ പഠിക്കുക. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അവരുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ അതൊക്കെ ഭയങ്കര കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഇപ്പം ഡോക്ടർ നിജ പറഞ്ഞു വരുന്നപ്പോൾ കുറച്ച് കാലം മുമ്പ് വരെ ഈ ലൈഫ് കോച്ചിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം മാതാപിതാക്കളുടെ ഒപ്പം കുട്ടികൾ ചേർന്ന് നടന്ന എല്ലാ കാര്യങ്ങളും അവർ കണ്ടുപിടിക്കുക. പക്ഷെ ഇപ്പോൾ വന്നപ്പോൾ മാതാപിതാക്കൾ കുറച്ച് തിരക്കാണ്. അവർക്ക് കുട്ടികളെ അവരുടെ ഒപ്പം ചേർക്കാൻ കഴിയാതെ വന്നപ്പോഴല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ ലൈഫ് കോച്ചിൻ്റെ ഒരു പ്രാധാന്യം കൂടി വരുന്നത്. എല്ലാവർക്കും തിരക്കാണ്. മറ്റേന്ന് പറഞ്ഞാൽ വീട്ടിൽ മിക്കപ്പോഴും ലേഡീസ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ വീട്ടിൽ അമ്മയുണ്ട് നമുക്ക്. അതെ, തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കാര്യം. ജോലി പറയുന്ന ഒരു കാര്യമുണ്ട്, പണ്ടും ഒരു ആവശ്യം ഉണ്ടായിരുന്നു. നമ്മളെ കുട്ടികളായ സമയത്ത് പേരൻസ് ഇതിലേക്ക് ഓരോരുത്തർക്കും ഓരോ ടാലൻസ് ഉണ്ടായിരുന്നു കുട്ടികൾക്ക്. ഇങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോഴാണ് അത് കണ്ടുപിടിച്ച് വെളിയിലേക്ക് അവരെ കൊണ്ടുവരുന്നത്. അല്ല, അന്നെന്ന് പറഞ്ഞാൽ അമ്മയുടെ ഇങ്ങനെ പുറകെ നടക്കുകയല്ലേ, അത് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അച്ഛന്റെ പുറകെ നടക്കുന്നു, അവിടെ പീടികയിൽ പോകുന്നു. പണ്ടൊക്കെ അല്ലേ സൈക്കിൾ ഓടുന്നു, വീഴുന്നു. ഇന്ന് അതിനൊന്നും നമ്മളൊരു ടൈം കൊടുക്കുന്നില്ലല്ലോ. നമുക്കൊന്ന് പറമ്പിലേക്ക് വിടാൻ പറ്റും കുട്ടികളെ, കാരണം നമുക്ക് പേടിച്ചിട്ട് വിടാൻ പറ്റില്ല. കാലം അതാണ്. അപ്പൊ നമ്മൾ ആ ഒരു കാലഘട്ടമാണ്. അപ്പൊ നമ്മളെ മുറിക്കകത്തേക്ക് ആക്കുവാണ്. പിന്നെ കുട്ടികൾക്ക് എന്താ, അവർ ബോറടിച്ചിരിക്കുവാണ്. നമുക്ക് കുറെ നേരം TV ഉണ്ട്, പിന്നെ ഫോണിൽ കണ്ടു. അപ്പൊ ആ ഒരു ഫേക്ക് വേൾഡിലാണ് കുട്ടികൾ ജീവിക്കുന്നത്. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ റീൽസിലൂടെ കാണുന്നത്. അപ്പൊ അവർ ചിന്തിക്കുന്ന അതാണ് ശരി. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ കുട്ടികളിൽ എൻ്റെ ജീവിതം അത്ര പോരാന്നുള്ള ഒരു തോട്ടാണ് ശരിക്കും. അത് ഭയങ്കരമായിട്ടുണ്ട് കുട്ടികളിൽ. അപ്പൊ അങ്ങനെ ചിന്തിച്ച് ഈ പറഞ്ഞ സെൽഫ് എസ്റ്റീം ഒക്കെ കുറഞ്ഞു പോകുന്ന ഒത്തിരി കേസുകൾ എൻ്റെ അടുത്ത് വരാം. ശരിക്കും ഈ പറഞ്ഞ പോലെ ഇതിൽ ഒരു പോയിന്റ് ഇപ്പോൾ പറഞ്ഞത് ഗുഡ് ഓർ ബാഡ്, ഇത് ഏതാന്ന് ശരിക്കും, അല്ലെങ്കിൽ ഫേക്ക് ഏതാണ് റിയൽ ഏതാന്ന് ഇപ്പോഴത്തെ കുട്ടികൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതൊരു ലൈഫ് കോച്ചിലൂടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നു. ഇത് ശരിക്കും നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ആത്മബോധം ഉണരും എന്ന് ഞാൻ പറയും. ശരിക്കും ഇതിപ്പം ഓരോ കോച്ചസും അവരുടേതായിട്ടുള്ള സ്റ്റൈലിലായിരിക്കും ചെയ്യുന്നത്. പക്ഷെ നമ്മളൊരു പ്രോപ്പറായിട്ട് വേയിൽ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് നോക്കാനായിട്ട് നമുക്ക് പറ്റും. ഇപ്പോൾ ഗുരുക്കന്മാരുടെ ഗുണം എന്താ, ചിലപ്പോൾ അവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളായിരിക്കും നമ്മുടെ ഉള്ളിലേക്ക് നോക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. ആ ചോദ്യങ്ങളിലൂടെ തന്നെ നമ്മൾ മാറി ചിന്തിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കോച്ചസ് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇപ്പോഴും കേരളത്തിൽ എനിക്ക് ജീവിക്കാൻ എന്തിനാ ഒരു കോച്ച് എന്ന് ഉള്ളൊരു ചിന്തയുണ്ട്. ഒരു ലെവലിന് മുകളിൽ ഗ്രോ ചെയ്യണം എന്നുള്ളവർ മാത്രമാണ് കോച്ചസിന് വെക്കണേ. പക്ഷെ റിയാലിറ്റി ഈ ലോകത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും മെന്റേഴ്സ് ഉണ്ട്. പക്ഷെ അവരാരും പബ്ലിക്കിലേക്ക് പറയില്ല എനിക്കൊരു മെന്റർ ഉണ്ടെന്നും ഞാൻ അങ്ങനത്തെ റിച്വൽസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ലെവലിൽ എത്തിയതെന്നും ആരും ഷെയർ ചെയ്യില്ല ഓപ്പണായിട്ട്. പക്ഷെ ഞാൻ അത് ഒരു കോമൺ ആയിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാവർക്കും മെന്റർ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ലീവ് ലൈഫിൻ്റെ കോൺസെപ്റ്റ് കൊണ്ടുവന്നപ്പോൾ ഞാൻ ഓൾറെഡി മീഡിയയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള പല വലിയ ആളുകളുടെ അടുത്തൊക്കെ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇവരെല്ലാവരും മോട്ടിവേഷൻസും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അവരങ്ങനെ ഒരു സ്റ്റഡി ചെയ്തിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ്. അല്ലാതെ നമ്മൾ ഒരു നോർമൽ ആയിട്ടുള്ളൊരു നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ അറിവുകൾ എവിടെ നിന്നാണ് വരുന്നത്. അപ്പം ഒന്നെങ്കിൽ അവർ മോട്ടിവേഷൻ ബുക്സ് എന്നൊക്കെ പറയും, ഞാൻ വായിച്ചിരുന്നു എന്ന് പറയും. പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ സഹായിച്ച ഗുരുക്കന്മാരെല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഇപ്പം പുറത്തൊക്കെ നോക്കുവാണെങ്കിൽ ഇഷ്ടംപോലെ ആളുകളാണ് ഇങ്ങനത്തെ കോച്ചിങ് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യുന്നത്. ഇവിടെ അത് മോട്ടിവേഷനിലോട്ട് ഷിഫ്റ്റ് ചെയ്തു പോകുന്നതായിട്ട് കാണും. രണ്ടും തമ്മിലുള്ള ഒരു റിയൽ ആയിട്ട് വ്യത്യാസമുണ്ട്. മോട്ടിവേഷൻ അല്ല കോച്ചിങ് എന്ന് പറയുന്നത്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു കുറച്ച് നേരത്തേക്കുള്ള ഒരു എനർജി. കോച്ചിങ് എന്ന് പറയുന്നത് ലൈഫ് ലോങ് ആണ്. അതൊരു റിയൽ ട്രാൻസ്ഫോർമേഷൻ ആണ്. പക്ഷെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം ജിമ്മിൽ പോയി നമുക്കിപ്പോൾ ഒരു 80 kgs ഉള്ളത് നമ്മളൊരു 60 ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ അവർ പറയുവാണ് അപ്പോൾ 80 നിന്ന് 60 എത്താൻ വേണ്ട എഫേർട്ട് ഇനി ചെയ്യേണ്ടി വരില്ല, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്നുണ്ട്. അപ്പം നമ്മൾ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോഴാണ് അവരുടെ ലൈഫ് ലോങ് നിലനിൽക്കുക. പക്ഷെ ആ ഒരു റിയൽ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞാനിപ്പോൾ കോച്ച് ചെയ്യുന്നുണ്ട്, കുറേ ബിസിനസ് ചെയ്യുന്ന അത് ഓൺട്രപ്രണേഴ്സാണ് കൂടുതലും ഇങ്ങനെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ കോച്ച് ചെയ്യുന്നുണ്ട്. പലരുടെയും മൈൻഡ് കൺസൾട്ടൻ്റ് ആണ് ഞാൻ. അപ്പം നമുക്കൊരു ഇഷ്യൂ വന്നത് ഓപ്പണായിട്ട് പറയാനും അതെങ്ങനെയാണ് സോർട്ട് ഔട്ട് ചെയ്ത് പോവുക എന്ന് അതിൽ കുടുങ്ങി കിടക്കാൻ ഇവർക്ക് സമയമില്ല. അതിൽ നിന്ന് എത്രയും വേഗം ശരിക്കും കുരുക്കഴിക്കുന്നത് ഡോക്ടറാണ് അല്ലേ. കുരുക്കഴിക്കാൻ സമയമില്ലാത്തവര് കുരുക്കഴിച്ച് ഇതാണ് കറക്റ്റ് വേ എന്ന് കാണിച്ചു.
അപ്പൊ അതാണ് അപ്പൊ അതിന് എനിക്കും ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. ഇത് പറയുമ്പം ഞാനും എന്നെ ശരിക്കും ഈ ഒരു ലെവലിലേക്ക് എൻ്റെ ഒരു പാഷൻ ഇതാണെന്നും എനിക്ക് ഇതാണ് എൻ്റെ സോൾ പർപ്പസ് എന്നും അറിയാൻ കാര്യം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഇതുപോലെയുള്ള നല്ല മെന്റേഴ്സിന്റെ കീഴിലുള്ള ഇത് തന്നെയാണ്. ഇപ്പം ഞാൻ ടോണി റോബിൻസ്, അതുപോലെ ജാക്ക് ആൻഡ് ഫീൽഡ്, അങ്ങനെ ഞാൻ പറയണത് വെച്ചാൽ കേരളത്തിലുള്ളവരുടെ പേര് പറയാത്തതല്ല, കാരണം കൂടുതലും ഫോറിനേഴ്സാണ് നമുക്ക് ഇതുപോലെയുള്ള കോച്ചിങ്. കാരണം അവിടെയാണ് ലൈഫ് കോച്ചസിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉള്ള ഒരു ഇത്. ഇപ്പം തന്നെ ഞങ്ങളുടെ കോച്ചിങ് സർട്ടിഫിക്കേഷൻ പഠിക്കുമ്പോൾ തന്നെ പല കൺട്രീസിൽ നിന്നുള്ളവരാണ് ഒന്നിച്ച് പഠിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇന്ത്യയിൽ നിന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ എവിടെയാണ് പഠിച്ചത്? ഞാൻ സിംബയോസിന്റെ കോച്ചിങ് ആണ് പഠിച്ചത്. അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കൺട്രിയിൽ നിന്നായിട്ട് നമുക്കൊരു എന്താ പറയുക, ഒരു 6 months അങ്ങനെയാണ് വരുന്നത്. പക്ഷേ അവിടെ എന്ന് വെച്ചാൽ പല കൺട്രീസിലാണ് ഞങ്ങളുടെ ബാച്ചിൽ ആൾക്കാർ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കത് വളരെ ഒന്ന് പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരുടെ ഒരു ഇഷ്യൂവിന് പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് നമുക്ക് കേൾക്കാം. പിന്നെ കുറച്ചും കൂടെ നമ്മുടെ മൈൻഡൊക്കെ കുറച്ചും കൂടെ ഒന്ന് വൈഡാവും, നമ്മുടെ ചിന്താഗതികളെല്ലാം മാറും. അപ്പോൾ അത് എനിക്ക് ഒരുപാട് ആ കോച്ചിങ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.